ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രേഷ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ പെരുന്നാൾ വീഡിയോ ആണ്. ഞങ്ങളുടെ മകരം പെരുന്നാളാണ് ജനുവരി 20. അപ്പോൾ അതേ ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേട്ടായി കുഞ്ഞ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എഴുന്നള്ളത്തും കുഞ്ഞാണ്ട് എഴുന്നള്ളത്തും കാര്യങ്ങളും പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ 4:00-4:00 പ്രദക്ഷിണം ഇറങ്ങുന്നത്. 3 മണിക്കാണ് കുർബാന. അപ്പോൾ ഞങ്ങൾ കുർബാന തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളതേ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ടിലെത്തി. ഇനി അങ്ങോട്ട് മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങളിത് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ KSRTCയും പ്രൈവറ്റ് ബസ്സും ഒക്കെ അവൈലബിൾ ആണ്. ആൾക്കാർ ഒത്തിരി ഉള്ളത് കാരണം അങ്ങനെ ഒരു സജ്ജീകരണമുണ്ട്. ഞങ്ങൾക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ദൂരമുള്ളവർക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ വലിയ പെരുന്നാൾ. പിന്നെ ഞങ്ങളുടെ താലൂക്കിൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള സകല ആൾക്കാരും പള്ളിയിലുണ്ടാവും എന്തായാലും. അപ്പോൾ പ്രദക്ഷിണം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോസ് പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് നമ്മൾ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ കൊണ്ടുവരുന്നത് പുറത്തേക്ക്, സെബസ്ത്യാനോസ് പുണ്യാളനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതൊക്കെ കാണാം. പ്രദക്ഷിണത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രത്യേക ഒരു അനുഭവമാണ് ആ സമയത്ത് കിട്ടുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിനെ പുറത്തേക്ക് എല്ലാവരും കാണുകയും പ്രദക്ഷിണത്തോടുകൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും തന്നെ അത് നടക്കും. അത്രയ്ക്കും നമ്മൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാം നടക്കും. അപ്പോൾ ഒത്തിരി ജനങ്ങളുണ്ട് ഇപ്പോൾ പള്ളിയിൽ. നേരത്തെ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പോൾ പ്രദക്ഷിണായപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് പ്രദക്ഷിണം കാണാം. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളനെ പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പടിഞ്ഞാറ് തന്നെ ഒരു കുരിശടി ഉണ്ട് പുണ്യാളൻ്റെ. അവിടെ ചുറ്റി വലം വെച്ചിട്ട് തിരികെ കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നേർച്ചയിടാം, അമ്പുവിൽ നേർച്ച സമർപ്പണം, അങ്ങനെയുള്ള നമ്മുടെ നേർച്ചകളൊക്കെ കൊടുക്കുന്ന സമയമാണ്. പോർച്ചുഗീസുകാർ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശരീരം കൊണ്ടുവരുമ്പോഴത്തേക്കും കപ്പലിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഉറച്ചു പോയെന്നാണ് കേട്ട് കേൾവി. ഞങ്ങളുടെ മുതിർന്നവരൊക്കെ പറയുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ അത്തുങ്കൽ പള്ളിയുടെ നേരെ വന്നപ്പോഴത്തേക്കാണ് കപ്പലിൽ നിന്ന് പോയതെന്ന് പറയുന്നത്. അങ്ങനെ പുണ്യാളൻ അങ്ങനെയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇരിക്കാനായിട്ട് കാരണമായത്. അപ്പോൾ കടലിൽ വെച്ച് തന്നെ പുണ്യാളിനെ തണലേകിയത് പരുന്താണെന്നാണ് പറയുന്നത്, ചെമ്പരുന്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് എപ്പോഴും ഈ പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിന്റെ സമയത്ത് ആകാശത്ത് കൂടെ പരുന്ത് പറക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ന് ഈ സമയത്തൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ പിടിച്ചിട്ടില്ല, എങ്കിലും ആ സമയത്ത് പരുന്ത് പറക്കാറുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഒരു ഐതിഹ്യം. അങ്ങനെ അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ശരിക്കും നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ചിലതൊക്കെ അറിയാം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അങ്ങനെ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഏകദേശം രാത്രി ആകാറായിരുന്നു. പിന്നെ നേരെ നമ്മളെല്ലാവരും ബീച്ചിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ബീച്ചിൽ പോകുന്ന വഴി തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൗണ്ടിൽ, സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള തൊട്ടിയാട്ടവും പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും പിന്നെ ബ്രേക്ക് ഡാൻസും മരണക്കിണറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കയറാം, അതിലൊക്കെ കയറാം, എൻജോയ് ചെയ്യാം. തൊട്ടിയാട്ടത്തിലേക്ക് 1-2 വട്ടമൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ടായിരുന്നു, മാരേജിനൊക്കെ മുൻപ്. കുഞ്ഞായതിനു ശേഷം ഒന്നും കയറിയിട്ടില്ല. പിന്നെ ഈ ദിവസമായിട്ട് കയറാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കാണാൻ രസമാണ്. അപ്പോൾ ഒത്തിരി പേര് കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുസിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം. പക്ഷെ അവൾ കുഞ്ഞായതുകൊണ്ട് ഒന്നുമേലൊന്നും കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഐ ലവ് അർത്തുങ്കൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ കൊടുക്കുന്ന കടയൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു എൻജോയ്മെൻറ്റ് വൈബായിരുന്നു. അപ്പോൾ ബീച്ചിലും കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുപാട് മിക്കി മൗസിൻ്റെ ഇങ്ങനെ ചാടി കയറിയൊക്കെ കളിക്കുന്ന സംഭവങ്ങൾ, ഇതുപോലെയുള്ള കളി, അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ദിവസത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ. പുണ്യാളുടെ രൂപം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ദിവസവും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഈ ദിവസവും മകരപ്പെരുന്നാണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇരിക്കാൻ പോലും ബീച്ചിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലം തപ്പിപ്പിടിച്ച് ഞാൻ ഈ ദിവസവും അച്ഛനമ്മയൊക്കെ കൂടെ അവിടെ ഇരുന്നു. ഇനിയുള്ള പരിപാടി കടൽ കാണുക, ഇതുപോലുള്ള ഐസ്ക്രീമുകൾ, ബജ്ജി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച് കഴിക്കുക, എൻജോയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ തിരികെ പോയത് രാത്രി ഒരു 11:30-12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൽ മുഴുവൻ പോലീസാണ് കേട്ടോ. പോലീസിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങാതിരിക്കാനുള്ള ഇതൊക്കെയുണ്ട്, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടാറ്റ, സീ യു.